മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കെജ്രിവാൾ ജയിലിൽ തുടരും. അറസ്റ്റ് നിയമപരമെന്നും ഡൽഹി കോടതി. കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്നും കോടതി. ഗൗതം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. കോടതി എന്ത് നിലപാടാണെന്ന് വ്യക്തമാക്കിയത്? അല്പസമയം മുമ്പാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട നിലപാട് ആവശ്യം എന്നത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. അതിനാൽ തന്നെ ജയിലിൽ നിന്നും മോചിപ്പിക്കണം. നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമായിട്ടാണ് ഇത്തരത്തിലൊരു ഇ.ഡി. നടപടി എന്നതായിരുന്നു കെജ്രിവാളിന്റെ വാദം. എന്നാൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇത് തള്ളിക്കളയുകയാണ്. കോടതി ചൂണ്ടിക്കാണിക്കുന്നത് നിയമപരമാണ്, ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന വിശദീകരണം ഈ ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ ഡൽഹി ഹൈക്കോടതി പറയുന്നുണ്ടായിരുന്നു. നിയമപരമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടരുന്നത്. അതിനാൽ നിലവിൽ ഇത് പരിഗണിക്കാനാവില്ല എന്നതായിരുന്നു ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നതായും വിധി പ്രസ്താവത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗൗതം, ഇവിടെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടലാണ് സിബിഐയുടെ ഭാഗത്തു നിന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തിനടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നുള്ള വിമർശനമാണ് അരവിന്ദ് കെജ്രിവാളും സഖ്യകക്ഷികളായാലും ഇന്ത്യ സഖ്യമായാലും എല്ലാവരും ഒരേ സ്വരത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു കനത്ത പ്രഹരം തന്നെയായിരിക്കുകയാണ് ഈ കോടതിയുടെ നിരീക്ഷണം, അല്ലേ? KP അതുതന്നെയാണ്. അതായത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയമായി തന്നെയും തന്റെ പാർട്ടിയെയും ഇല്ലാതാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളും ശ്രമിക്കുന്നത് എന്നതായിരുന്നു പ്രധാനമായും കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും വിമർശനം. ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഈ ഒരു ഹർജിയിലും ചൂണ്ടിക്കാണിച്ചിരുന്നത് അറസ്റ്റിന്റെ അടിസ്ഥാനം എന്നത് രാഷ്ട്രീയ പ്രേരിതവും അതോടൊപ്പം തന്നെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെയും ഭാഗമാണ് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഈ വാദങ്ങളാണ് പൂർണ്ണമായി തന്നെ തള്ളിക്കളയുന്നത്. നിയമപരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി എന്ന് ഹൈക്കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന വിലയിരുത്തൽ കൂടി കോടതി നടത്തുന്നു. നിയമം അതിന്റെ വഴിക്ക് നടക്കണം എന്ന പരാമർശം വിധി പ്രസ്താവത്തിൽ കോടതി നടത്തുന്നുണ്ട്. കാരണം കോടതി പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളോ കേസുകൾ പരിഗണിക്കുമ്പോൾ കോടതി നോക്കാറില്ല. നിയമം അതിന്റെ വഴിക്ക് പോകണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ പ്രവർത്തനങ്ങൾ എന്ന കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഹർജി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളുന്നത്. ഏതായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കോടതികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതാദ്യമായല്ല ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന് കോടതിയിൽ നിന്നും വലിയ പ്രഹരം ഏൽക്കുന്നത്. നേരത്തെ പലതവണ വിവിധ കോടതികൾ, കീഴ്ക്കോടതികളിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പോയിരുന്നുവെങ്കിലും ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെയോ അതല്ലെങ്കിൽ CBIയുടെയോ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ അറസ്റ്റ് ഉൾപ്പെടെ തടയുവാനോ കോടതികൾ തയ്യാറായില്ല എന്ന് ആം ആദ്മിക്ക് രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ